വേദി 14 നടന്ന യക്ഷഗാനമല്ല, യക്ഷഗാനം നടന്ന വേദി 14 താരം. റിപ്പോർട്ടിലേക്ക്. വേദി 14 ഇവിടെ മത്സരങ്ങളൊക്കെ മികച്ച രീതിയിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ നടക്കുന്ന വേദി അല്ലെങ്കിൽ ഈ മത്സരങ്ങൾ നടക്കുന്ന വേദി 14 ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് നടക്കുന്നത്, ഈ വേദി 14 ഒരുക്കിയിരിക്കുന്നത് ഭാരത് ഭവനിലാണ്. ഭാരത് ഭവനും പറയാനുണ്ട് ചില കഥകൾ. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ തനത് കലാരൂപങ്ങളുടെ ഒരു പ്രദർശനവും അതേപോലെ തന്നെ പല കലാകാരന്മാരെയും അതുല്യ പ്രതിഭകളെയും ഓർത്തെടുക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാരത് ഭവൻ എന്നുള്ളത്. ഇന്നിപ്പം നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത് യക്ഷഗാനമാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ഇത് യക്ഷഗാനത്തിൻ്റെ ഒരു ഔട്ട്ലേ ആണ്. കൃത്യമായി പറഞ്ഞാൽ ഇതേപോലെ പല കലാരൂപങ്ങളുടെ ഒരു പ്രദർശനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രദർശനം ഉണ്ടല്ലേ ചേട്ടാ ഇവിടെ? എല്ലാ കലകളും ഉണ്ട്. എല്ലാ കലകളും ഇവിടെ ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ കലാരൂപങ്ങളുടെ ഒരു പ്രദർശനം ഉണ്ട്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഈ ഭാരത് ഭവൻ തുടങ്ങി കുറേ കാലമായി. പക്ഷെ ഇവിടെ വന്നിട്ട് 14 വർഷത്തിനാവും. ഇന്ത്യ ഒട്ടാകെ ഈ ഭാരത് ഭവൻ എന്നുള്ളതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ ഒട്ടാകെ ഭാരത് ഭവൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള കലാരൂപങ്ങൾ പുറത്ത് അവതരിപ്പിക്കുകയും അവിടെയുള്ള കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇവിടെ അങ്ങനെ പല പല കലാരൂപങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആളുകൾക്ക് അപ്പോൾ പുറത്തുള്ള കലകളോ ഒപ്പം ഈ യക്ഷഗാനമൊക്കെ തിരുവനന്തപുരംകാർക്കൊക്കെ ഒരു പുതുമയായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ ഇവിടെ നമ്മുടെ പല പരിപാടികളിലും യക്ഷഗാനം ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ തന്നെ ഇപ്പം നമുക്ക് വേറെ കാണുന്ന കുറേ പരിപാടികളുണ്ട്. ഇപ്പം പഞ്ചാബിലൊക്കെ അതെല്ലാം ഭാംഗ്ഡ നൃത്തം, അത് ഓണത്തിന്റെ ഫെസ്റ്റിവൽ സമയത്ത്, ഘോഷത്തെ സമയത്ത് ഈ കലാരൂപങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാ കലാരൂപങ്ങളും അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? തിരുവനന്തപുരംകാർക്കാണെങ്കിലും അഥവാ ഈ തെക്ക് ഭാഗത്ത് കിടക്കുന്ന കൂടുതൽ ആൾക്കാർക്കും ഇത്തരത്തിലുള്ള കലാരൂപങ്ങളൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ അതും പല കലാരൂപങ്ങളും കാണാൻ പാടാത്ത പല കലാരൂപം ഇവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല കലാരൂപങ്ങളും കാണാൻ പറ്റുന്നു. ഇത് ചേട്ടാ മണിപ്പൂരിന്റെ ആണല്ലേ? രാസലീല നൃത്തം. ഈ നൃത്തരൂപം ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ രാസലീല നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ബൗൾ സംഗീതം, വെസ്റ്റ് ബംഗാളിന്റെ ബാവുൾ സംഗീതം, അതിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പം പഞ്ചാബിന്റെ ഭാംഗ്ഡ നൃത്തം, ഇതും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ജാർഖണ്ഡിന്റെ നാഗ്പൂരി നൃത്തം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ഈ ഓരോ കലാരൂപങ്ങൾ ഇന്ന ദിവസം ഇവിടെ പ്രദർശിപ്പിക്കുമെന്നുള്ളത് എങ്ങനെ നമുക്ക് അറിയാൻ? പത്രത്തിലും വരും, ഓൺലൈനിലും നമ്മൾ ഇപ്പോൾ ഓൺലൈനിൽ കൊടുക്കാറുണ്ട്. ആഴ്ചയിലാണോ ആ പരിപാടിയുള്ള സമയത്ത് എല്ലാ പരിപാടിയുണ്ട്. പുറത്തുള്ളതും അകത്തുള്ള എല്ലാ ഉള്ള പരിപാടി ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതാ ഇങ്ങോട്ട് കാണാം ഉത്തരാഖണ്ഡിൻ്റെ ചപ്പേലി നൃത്തം. നമുക്ക് ചിലതൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇപ്പോൾ ചപ്പേലി നൃത്തമാണെങ്കിലോ അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ രാസലീല നൃത്തമാണെങ്കിലോ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കലാരൂപമായിരിക്കും, അങ്ങനെ ഒരു പേരായിരിക്കും. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മധ്യപ്രദേശിൻ്റെ ബദായി നൃത്തം, അതൊക്കെ പ്രാദേശിക കലാരൂപമാണ്. ജാർഖണ്ഡിനെ അല്ലെങ്കിൽ മധ്യപ്രദേശിനെ സംബന്ധിച്ചൊക്കെ അവരുടെ ഏറെ വൈകാരികമായ കുറേ കഥകളൊക്കെ ആ ബദായി നൃത്തത്തിലൂടെ അവർക്ക് അവതരിപ്പിക്കാനുണ്ടാവും. തമിഴ്നാടിൻ്റെ കരകം കാവടി, എത്ര പേർക്ക് അറിയാമെന്നറിയില്ല കരകം കാവടി എന്നുള്ളത്. കാരണം തമിഴ്നാട് എന്ന് പറയുമ്പോൾ തമിഴ്നാടിൻ്റെ കലാരൂപം എന്ന് പറയുന്നത് ഭരതനാട്യമാണ് എന്നുള്ളൊരു അതിൽ മാത്രമേ വരാറുള്ളൂ. ഇത്തരത്തിലുള്ളതൊക്കെ എല്ലാം കാരണം ഇവിടെ ഭാരത് ഭവൻ, ആന്ധ്ര, കർണാടക പങ്കുകളുടെ കൾച്ചറാണ്. അവരുടെ ഇങ്ങോട്ട് ചേർന്നുകൊണ്ട് അവരെയും കൂടെ ഉള്ള ഇവിടെയുണ്ട്. അരുണാചൽ പ്രദേശിൻ്റെ ഋകം പടാപ്പരു അല്ലേ? അപ്പം അതൊക്കെ തനതായ പ്രാദേശികമായിട്ടുള്ള, അത്രയും പ്രാദേശികമാണ്. ഉള്ളിലേക്ക് പോയാൽ മാത്രമേ നമുക്കിതൊക്കെ കാണാൻ സാധിക്കൂ. കരകം കാവടി തന്നെ വളരെ കുറവാണ്. കരകം കാവടി ആ പേര് ചിലപ്പോൾ അറിയില്ലെങ്കിലും ചിലപ്പോൾ ആ ഒരു ദൃശ്യം അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ പ്രദർശിപ്പിച്ചത് കണ്ടാൽ ചിലർക്കെങ്കിലും ഓർമ്മ വരും. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കരകം കാവടി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലേക്കൊക്കെ കരകാട്ടം എന്നൊക്കെ പറയുന്നതാണ് ഈ ഒരു കരകം കാവടി. ഇവിടെയുണ്ട്, ഇത് തീരുന്നില്ല, ഇതിങ്ങനെയുണ്ട്. കുറേ കലകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗുജറാത്തിൻ്റെ റത്വ നൃത്തം, നാഗാലാൻഡിൻ്റെ മുഗ്യന്ത നൃത്തം, ജമ്മു കാശ്മീരിൻ്റെ റാഫ് നൃത്തം, ഒറീസയുടെ സംബൽപുരി നൃത്തം, ഗോവയുടെ ഗോഡ് ഗുന്താൻ നൃത്തം. ഈ നൃത്തരൂപങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗോഡ് ഗുന്താൻ നൃത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സംഭവം കേട്ടുന്നത്. അല്ലെങ്കിൽ നാഗാലാൻഡിൻ്റെ മുഗ്യന്ത നൃത്തം എന്ന് പറയുന്നത്
ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും, എന്നെപ്പോലെ തന്നെ നിരവധി പേരുണ്ടാവും. ഇത്തരത്തിലുള്ള നൃത്തങ്ങൾ കൂടിയുണ്ട്, ഇത്തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറെ സന്തോഷിക്കാനാവുന്നത്. ഇതിപ്പം സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലേ? ഭാരത് ഭവൻ. അപ്പോൾ ആരാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും ചുമതല? ഡോക്ടർ പ്രമോദ് പൈനു സാർ. അപ്പോൾ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ മെമ്പർ സെക്രട്ടറിയാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ ഒരു രൂപകൽപ്പനയാണ് വന്നത്. സ്ഥിരമായി ഈ ഒരു ഭാരത് ഭവനിൽ എത്തുന്ന ആളുകളൊക്കെ എന്തായാലും ഈ കലാരൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ ചില പ്രാദേശിക കലാരൂപങ്ങൾക്കൊക്കെ നമുക്ക് കാണാനൊരു പരിമിതി ഉണ്ടാവും മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്കൊക്കെ. ഈ ഒരു ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭാരത് ഭവനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു യക്ഷഗാനം നടക്കുന്ന വേദി 14 ഇതിന് ഉതകുന്നൊരു വേദി തന്നെയാണെന്ന് പറയാം അല്ലേ? അത്രയേ ഉള്ളൂ.